ഒരുപാട് കേട്ടിട്ടുണ്ട് അവനെ പറ്റിയും. അവന്റെ പുതിയ ഗൈഡ് വന്നതിൽ പിന്നെയാണ് പുള്ളി ഉയർന്നു വന്നതും എന്നൊക്കെ. ആ ഗൈഡ് താനായിരുന്നോ? കൊള്ളാലോ. നീലിമയെ നോക്കി റാം പറഞ്ഞു. നീലിമ പുഞ്ചിരിച്ചു. സത്യമായും നിങ്ങൾക്ക് എന്നെ അറിയാമോ? നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു. അത്ര വലിയ ഫേമസ് ആക്ടർ തന്നെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നി. അതെ, താൻ വളരെ ഫേമസ് ആണല്ലോ. ആ നീലിമയാണ് ഈ നീലിമ എന്നെനിക്ക് മനസ്സിലായില്ല. റാം പറഞ്ഞു. ഒത്തിരി സന്തോഷം മിസ്റ്റർ റാം. സൂര്യ എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല ഉയർന്നു വന്നത്. അവൻ നല്ല കഴിവുള്ള പയ്യൻ തന്നെയാണ്, അതാ. നീലിമ പറഞ്ഞു. ഇത്ര വിനയൊന്നും കാണിക്കണ്ട. നീലിമ നല്ല കഴിവുള്ള ആളാണെന്ന് എനിക്കറിയാം. ഹാ, എന്തായാലും നീലിമയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ ഈ വൈൻ വീണ ഡ്രസ്സ് എനിക്ക് തരാമോ? ഞാൻ ക്ലീൻ ചെയ്യാൻ കൊടുത്ത ശേഷം തിരികെ തരാം. റാം ചോദിച്ചു. അയ്യോ, അത് വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. നീലിമ പറഞ്ഞു. കുഴപ്പമില്ല, എന്റെ അസിസ്റ്റന്റ് അത് ക്ലീൻ ചെയ്തോളും. പ്ലീസ്, ഞാനല്ലേ വൈൻ വീഴ്ത്തിയത്, സോ ഞാനത് ക്ലീൻ ചെയ്യിക്കാം. നീലിമ മറുത്തൊന്നും പറയരുത്. റാം പറഞ്ഞു. അയാൾ അത്ര കാര്യമായി പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. നീലിമ അയാളോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാനായി തിരിഞ്ഞു. മിസ് നീലിമ, ഒരു കാര്യം മറന്നല്ലോ. റാം ചോദിച്ചത് കേട്ട് നീലിമ ആശയക്കുഴപ്പത്തോടെ തിരിഞ്ഞു നോക്കി. അയാൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നീലിമയുടെ മുഖത്തെ ആശങ്ക ശ്രദ്ധിച്ച റാം പറഞ്ഞു. അല്ല, എനിക്ക് ഈ ഡ്രസ്സ് തിരികെ തരാൻ അഡ്രസ് വേണ്ടേ? നീലിമ അത് തന്നില്ലല്ലോ. രാംദേവ് ചിരിയോടെ ചോദിച്ചു. അപ്പോൾ നീലിമ പുഞ്ചിരിച്ചു. എന്നിട്ട് പേഴ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു. ഇതിൽ അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പറും ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നീലിമ പറഞ്ഞു. അത് കേട്ട് രാംദേവ് പുഞ്ചിരിച്ചുകൊണ്ട് കാർഡ് വാങ്ങി. സിദ്ധാർത്ഥ തന്നെ തിരയുന്നുണ്ടാവുമെന്ന് നീലിമ അപ്പോഴാണ് ഓർക്കുന്നത്. അവൾ ഉടനെ അയാളോട് ബൈ പറഞ്ഞ ശേഷം അവിടെ നിന്നും നേരെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു. അവൾ പോകുന്നത് രാംദേവ് നോക്കി നിന്നു. സിദ്ധാർത്ഥ നീലിമയെ കാത്ത് അവൾ നേരത്തെ ഇരുന്ന ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് നേരിയ ദേഷ്യം പ്രകടമായി തുടങ്ങിയിരുന്നു. നീലിമ ഉടനെ അവന്റെ അരികിൽ ചെന്നിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത്. താൻ എവിടെ പോയതാ? അല്ല, ഏതേ ഡ്രസ്സ്? മറ്റു ഡ്രസ്സ് എവിടെ? സിദ്ധാർത്ഥ ചോദിച്ചു. അത് വൈൻ ഡ്രസ്സിൽ വീണു. അപ്പോ ആ ഫേമസ് ആക്ടർ അല്ലേ രാംദേവ്, അയാൾ ഹെൽപ്പ് ചെയ്തു. അയാളാണ് ഈ ഡ്രസ്സ് തന്നതൊക്കെ. സത്യത്തിൽ അയാളുടെ തന്നെ കൈ തട്ടിയാണ് വൈൻ വീണത്. സോ ഞാനിത് വാങ്ങി ഇട്ടോണ്ട് പോന്നു, നീലിമ കൂസലില്ലാതെ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് കോപത്തിൽ തൊടുത്തു. ഇവൾക്കല്ലെങ്കിൽ തന്നെ പ്രശ്നമൊഴിഞ്ഞ നേരമില്ല. എന്നിട്ടിപ്പോ കണ്ടവനോടൊക്കെ ചെന്ന് മിണ്ടി അവൻ കൊടുത്ത ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നു. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥ മനസ്സിൽ പറഞ്ഞു. നീലിമ അവനെ ശ്രദ്ധിക്കാതെ ആരെയോ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ അവളുടെ മുഖം അവന്റെ നേർക്ക് ബലമായി തിരിച്ചുവെച്ചു. എന്നിട്ട് പറഞ്ഞു. അതെ, കണ്ടവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നീ ഇപ്പൊ പഴയ നീലിമയല്ല, മിസ്സിസ് സിദ്ധാർത്ഥ വിശ്വയാണ്. മറക്കണ്ടത്. നീലിമയെ നോക്കി സിദ്ധാർത്ഥ പറഞ്ഞു. അവൻ മിസ്സിസ് സിദ്ധാർത്ഥ വിശ്വ എന്ന് പറഞ്ഞത് നീലിമയ്ക്ക് നന്നായി ബോധിച്ചിരുന്നു. അവൾ അവനെ നോക്കി നിൽക്കെ സിദ്ധാർത്ഥ അവളുടെ കവിളിൽ നുള്ളി. എന്നിട്ട് പറഞ്ഞു. ഇനിയെങ്ങാനും ഇമ്മാതിരി പരിപാടി കാണിച്ചുണ്ടല്ലോ. സിദ്ധാർത്ഥ കൊഞ്ചുന്ന മട്ടിലാണ് അത് പറഞ്ഞത്. ഹേമന്ത്, നീ ഇനിയെങ്കിലും പറ, അവന്റെ ആരാ നീലിമ? നിനക്കറിയാമായിരിക്കുമെന്ന് എനിക്കറിയാം. ഹേമന്തിനെ നോക്കി ലാവണ്യ ചോദിച്ചു. നോക്ക് ലാവണ്യ, എനിക്കറിയാവുന്നത് ഞാൻ നിന്നോട് പറഞ്ഞു. എനിക്കറിയില്ല ശരിക്കും അവന്റെ ആരാണ് നീലിമ എന്ന്. അവര് പറയുന്നത് ബന്ധുവാണെന്നല്ലേ. നിനക്കത് വിശ്വസിക്കാൻ എന്തെത്ര ബുദ്ധിമുട്ട്? ഹേമന്ത് ചോദിച്ചു. ലാവണ്യ അത് കേട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി. ഹേമന്ത്, ഞാൻ അത്ര ബുദ്ധിയില്ലാത്ത പെണ്ണൊന്നുമല്ല. ഇത്ര അടുപ്പം സിദ്ധാർത്ഥ ഒരു പെണ്ണിനോട് കാണിക്കുന്നുണ്ടേൽ അവന്റെ വളരെ അടുപ്പമുള്ള ആരുമാണ് നീലിമെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. നീ അവന്റെ കൂടെ ചേർന്ന് പൊട്ടം കളിക്കുക, ലാവണ്യ പറഞ്ഞു. ഹേമന്ത് അത് കേട്ട് അവളെ നോക്കി. അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് ഈ കാര്യത്തില് കൂടുതലൊന്നും പറയാനില്ല. നീ വേണേൽ സിദ്ധുവിനോട് നേരിട്ട് ചോദിച്ചു നോക്ക്, ഹേമന്ത് പറഞ്ഞു. അത് നീ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്ത് വേണമെന്ന്. നിനക്ക് എല്ലാ കാര്യവും അറിയാമെന്നും എനിക്കറിയാം, നീ പറയാത്തതാണ്, ലാവണ്യ അരിശത്തോടെ പറഞ്ഞു. അപ്പോൾ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. ഉവ്വ, ഞാൻ തന്നെ ശരിക്കും നീലിമ അവന്റെ ആരാണെന്ന് മനസ്സിലാവാതെ നട്ടം തിരിഞ്ഞ് നടക്കുക. അവൻ കല്യാണം കഴിച്ച കാര്യം മാത്രം അറിയാം. അവന്റെ ഉദ്ദേശം എന്ത് തേങ്ങയാണോ ആവോ? അപ്പോഴാണ് ഇവളുടെ ഓരോ സംശയം. കണ്ടോ, നീ മറുപടി പറയാത്തത് കണ്ടോ, ലാവണ്യ പറഞ്ഞു. ഹേമന്ത് അത് കേട്ട് ദേഷ്യത്തോടെ അവളെ നോക്കി. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നീലിമ അവന്റെ ആരായാലും നിനക്കെന്താ? ഹേമന്ത് ചോദിച്ചു. ഒരു നിമിഷം ലാവണ്യ ആകെ വല്ലാതെയായി.
അവൾക്ക് സിദ്ധാർത്ഥ് തന്റെ ആരാണെന്ന് ചോദിച്ചാൽ പറയാനറിയില്ല. പക്ഷേ അവനാണ് തനിക്ക് എല്ലാം എന്നറിയാം. ഹേമന്തിനോട് അത് പറഞ്ഞാൽ ശരിയാവില്ല. നീ എന്തിനാ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അറിയാവുന്നത് അങ്ങ് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ലാവണ്യ ചോദിച്ചു. എനിക്കൊരു തേങ്ങയും അറിയില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? ഹേമന്ത് സഹികെട്ട് പറഞ്ഞു. ഞാൻ പൊക്കോളാം, പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ലാവണ്യ പോവാനായി എഴുന്നേറ്റു. അപ്പോൾ അവൾ പിണങ്ങി പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഹേമന്ത് ഉടനെ അവളോട് പറഞ്ഞു. ലാവണ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയുന്നതല്ലേ നിനക്കും? ഹേമന്ത് പറഞ്ഞു. ഹേമന്ത്, മതി. സിദ്ധാർത്ഥിന്റെ കാര്യം ആരെക്കാളും അറിയാവുന്നത് നിനക്കായെന്ന് എനിക്കറിയാം. സോ കൂടുതൽ ഉരുളണ്ട നീ. ലാവണ്യ പറഞ്ഞു. ലാവണ്യ, നിനക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ല. എത്ര വട്ടം ഞാൻ പറഞ്ഞു. നീ ഇപ്പോ എന്നെ കാണാൻ വരുന്നത് പോലും സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിക്കാനാണ്. എനിക്കതെല്ലാം നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞാനത് തുറന്നു പറയുന്നില്ലെന്ന് വെച്ച് അതൊരു അവസരമായി എടുക്കരുത്. ഹേമന്ത് പറഞ്ഞു. എനിക്ക് സിദ്ധാർത്ഥിന്റെ കാര്യമേ സംസാരിക്കാനുള്ളൂ. നിനക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിന്നോട് സംസാരിക്കുന്നത് ഞാനങ്ങ് നിർത്തിയാ പോരെ? ലാവണ്യ പറഞ്ഞു. എന്നിട്ട് അവൾ ഉടനെ എഴുന്നേറ്റു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ഹേമന്തിന് തോന്നി. നീ പോവണ്ട. എനിക്ക് പറയാനുള്ളത് കേൾക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെങ്കിലും കേൾക്ക്. ഹേമന്ത് പറഞ്ഞത് കേട്ട് ലാവണ്യ തിരികെയിരുന്നു. ഹേമന്ത് തന്റെ ഇഷ്ടം അവളോട് പറയാനാണ് അത്രയും പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടോ അവനത് പറയാൻ സാധിച്ചില്ല. അവനൊന്നും മിണ്ടാതെ അവളെ നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്നു. എന്താ പറയാനുള്ളത് പറഞ്ഞു തൊലയ്ക്ക്. സിദ്ധാർത്ഥന്റെ ആരാ നീലിമെന്ന് പറയാതെ നമ്മൾ ഇനി കാണുന്ന പ്രശ്നമില്ല, ലാവണ്യ പറഞ്ഞു. അപ്പോൾ ഹേമന്ത് അവളെ നോക്കി. നീലിമ അവന്റെ ആരാണെന്നൊന്നും കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ അവൾ നിന്നോട് പറഞ്ഞ പോലെ വെറുമൊരു അകന്ന ബന്ധുവൊന്നുമല്ല നീലിമ, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ലാവണ്യ പിന്നെ തന്നോട് സംസാരിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ അത്രയും പറഞ്ഞത്. അത് കേട്ട് ലാവണ്യ കൂടുതൽ ദേഷ്യത്തോടെ അവനെ നോക്കി. അപ്പോ അവന്റെ ബന്ധുവല്ലെന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലേ? ഞാനിത് ഇത്രയും ചോദിച്ചിട്ട് നീ അത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും കൊള്ളാം. ലാവണ്യ ഉടനെ അവന്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. ഞാൻ എല്ലാ കാര്യവും സിദ്ധാർത്ഥിനോട് തന്നെ ചോദിച്ചോളാം. ലാവണ്യ ഉടനെ അവിടെ നിന്നും വീണ്ടും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയി. ഹേമന്ത് അത് തടയാൻ ശ്രമിച്ചില്ല. ലാവണ്യ സിദ്ധാർത്ഥിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ ലാവണ്യ ഇല്ല എന്ന കാര്യം ലാവണ്യ നേരിൽ ചെന്ന് ചോദിച്ചറിയട്ടെ എന്ന് ഹേമന്ത് കരുതി. അവൻ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് വൈൻ എടുത്തു കുടിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയ ശേഷം സിദ്ധാർത്ഥിന്റെ ഒപ്പം നീലിമ അകത്തേക്ക് നടന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെ, വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി റൂമിലാക്കാം. സിദ്ധാർത്ഥ് റൊമാൻറ്റിക് ട്യൂണിൽ അത് പറഞ്ഞത് കേട്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി. അവൾ ഉടനെ അവിടെ നിന്നും അകത്തേക്ക് നടന്നുപോയി. സിദ്ധാർത്ഥ് അത് നോക്കി ചിരിയോടെ നിന്നു. സിദ്ധാർത്ഥ് ചിരിക്കുന്നത് കണ്ട് അവന്റെ വീട്ടിലുണ്ടായിരുന്ന ബോഡിഗാർഡ്സ് പരസ്പരം നോക്കി. അവർ ആദ്യമായി കാണുകയാണ് സിദ്ധാർത്ഥ് അത്ര സന്തോഷത്തോടെ ചിരിക്കുന്നത്. അതിന്റെ അത്ഭുതം അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.